ഒരു ഗെയിമിംഗ് കമ്പനി ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ബാല്യവും യൗവനവും മാറ്റിമറിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു ഗെയിം പുറത്തിറങ്ങിയാൽ ആളുകൾ വർഷങ്ങളോളം കാത്തിരിക്കും. ഒരു ട്രെയിലർ മാത്രം വന്നാലും ഇന്റർനെറ്റ് തകരും. അവരുടെ ഓരോ പ്രഖ്യാപനവും ലോക വാർത്തയാകും. അതാണ് റോക്ക് സ്റ്റാർ ഗെയിംസ്. പക്ഷേ റോക്ക് സ്റ്റാർ ഗെയിംസ് എങ്ങനെ ഇത്രയും ശക്തമായ ഒരു ബ്രാൻഡായി മാറി? GTA എങ്ങനെ ഒരു സാധാരണ ഗെയിമിൽ നിന്ന് ചരിത്രം സൃഷ്ടിച്ച ഫ്രാഞ്ചൈസിയായി മാറി? പിന്നെ റോക്ക് സ്റ്റാറിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതകരമായ കഥ എന്താണ്? ഈ വീഡിയോയിൽ റോക്ക് സ്റ്റാർ ഗെയിംസിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ യാത്ര, വിജയങ്ങളും വിവാദങ്ങളും റദ്ദാക്കിയ പ്രൊജക്റ്റുകളും, GTA, റെഡ് ഡെഡ് റിഡംഷൻ, ബള്ളി, മാക്സ് പൈനെ പോലുള്ള ഇതിഹാസ ഗെയിമുകളുടെ പിന്നാമ്പുറ കഥകളും, ഒടുവിൽ എല്ലാവരും കാത്തിരിക്കുന്ന GTA 6 കുറിച്ചുള്ള സത്യങ്ങളും നമുക്ക് കാണാം. ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ റോക്ക് സ്റ്റാർ ഗെയിംസിനെ നിങ്ങൾ ഇനി ഒരു സാധാരണ ഗെയിമിംഗ് കമ്പനിയായി ഒരിക്കലും കാണില്ല. അപ്പോൾ സമയം കളയണ്ട, ചരിത്രം എഴുതിയ ആ കമ്പനിയുടെ ലോകത്തേക്ക് നമുക്ക് ഇപ്പോൾ തന്നെ യാത്ര തുടങ്ങാം. വെൽക്കം വൺസ് അഗെയിൻ, DDZ ബാദ്ഷാ ഹിയർ. സോ ലെറ്റ്സ് ഗോ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഗെയിം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുടെ ഉത്തരം ഒന്ന് തന്നെയാകും: GTA. പക്ഷേ ആ GTA സൃഷ്ടിച്ച റോക്സ്റ്റേഴ്സ് ഗെയിംസ് എങ്ങനെ ജനിച്ചു? ഈ യാത്രയുടെ തുടക്കം എവിടെ നിന്നായിരുന്നു? ഈ കഥ മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് വർഷങ്ങൾ പിന്നിലോട്ട് പോകണം, 1990കളിലേക്ക്. അന്ന് വീഡിയോ ഗെയിം ലോകം ഇന്നുള്ളതുപോലെ വമ്പിച്ചതായിരുന്നില്ല. പല ഗെയിമുകളും ലളിതമായ ആശയങ്ങളായിരുന്നു. എന്നാൽ ചില യുവാക്കൾക്ക് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു: കളിക്കാരന് ഇഷ്ടമുള്ള രീതിയിൽ സഞ്ചരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന ഒരു വലിയ ലോകം തന്നെ സൃഷ്ടിക്കുക. അന്ന് DMA ഡിസൈൻ എന്ന ചെറിയ ഗെയിം സ്റ്റുഡിയോ ആ സ്വപ്നവുമായി മുന്നോട്ട് വന്നു. ഈ സ്റ്റുഡിയോ സ്ഥാപിച്ചത് ഡേവിഡ് ജോൺസ് ആയിരുന്നു. പിന്നീട് ഇതേ സ്റ്റുഡിയോയാണ് റോക്ക് സ്റ്റാർസ് നോർത്ത് എന്ന പേരിൽ ലോക പ്രശസ്തമാകുന്നത്. DMA ഡിസൈൻ നിരവധി ഗെയിമുകൾ നിർമ്മിച്ചെങ്കിലും അവരെ ലോകം മുഴുവൻ ശ്രദ്ധിക്കാൻ കാരണമായത് ഒരു വ്യത്യസ്ത ആശയമായിരുന്നു: ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ അഥവാ GTA. 1997 ആദ്യ GTA പുറത്തിറങ്ങി. ഇന്നത്തെ 3D GTA പോലെ അല്ലായിരുന്നു അത്. മുകളിൽ നിന്ന് കാണുന്ന 2D കാഴ്ചപ്പാടുള്ള ഒരു ഗെയിം. പക്ഷെ അതിലെ സ്വാതന്ത്ര്യം കളിക്കാരെ അത്ഭുതപ്പെടുത്തി. നഗരം മുഴുവൻ സഞ്ചരിക്കാം, വാഹനങ്ങൾ ഓടിക്കാം, മിഷനുകൾ ചെയ്യാം. ആ കാലത്ത് അത് വളരെ പുതുമയായിരുന്നു. ഇതിനിടയിൽ മറ്റൊരു വലിയ കമ്പനി രംഗത്തെത്തി: Take-Two Interactive. മികച്ച ഗെയിം സ്റ്റുഡിയോകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് വലിയ ഗെയിമുകൾ പ്രസിദ്ധീകരിക്കണമെന്ന ലക്ഷ്യത്തോടെ അവർ പ്രവർത്തിച്ചു. 1998 ഡിസംബറിൽ Take-Two Interactive BMG Interactiveനെ ഏറ്റെടുത്തു. അതോടൊപ്പം പുതിയൊരു പ്രസ്ഥാന ബ്രാൻഡും രൂപീകരിച്ചു. ആ പുതിയ പേരായിരുന്നു റോക്ക് സ്റ്റാർസ് ഗെയിംസ്. ഇത് വെറും ഒരു കമ്പനി തുടങ്ങിയത് മാത്രമല്ല, ഗെയിമുകളെ സിനിമാറ്റിക് അനുഭവമാക്കി മാറ്റാനുള്ള ഒരു പുതിയ അധ്യായത്തിൻ്റെ തന്നെ തുടക്കമായിരുന്നു. റോക്ക് സ്റ്റാർ ഗെയിംസിൻ്റെ സ്ഥാപക നേതാക്കളിൽ പ്രധാനമായിരുന്നത് സഹോദരന്മാരായ സാം ഹൗസറും ഡാൻ ഹൗസറുമായിരുന്നു. ഇവരോടൊപ്പം ടെറി ഡൊണോവൻ, ജാമി കിങ് എന്നിവരും നിർണായക പങ്കുവഹിച്ചു. അതുകൊണ്ട് തന്നെ റോക്ക് സ്റ്റാർ ഒരിക്കലും വർഷം തോറും ഒരേ രീതിയിലുള്ള ഗെയിമുകൾ പുറത്തിറക്കാൻ ശ്രമിച്ചില്ല. പകരം വർഷങ്ങളോളം ഗവേഷണം നടത്തി, ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച്, യഥാർത്ഥ നഗരങ്ങളെ പഠിച്ച് മികച്ച കഥയും ലോകവും സൃഷ്ടിക്കുന്നതിനാണ് അവർ സമയം ചെലവഴിച്ചത്. ഈ സമീപനം പിന്നീട് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 3, ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ വൈസ് സിറ്റി, ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ സാൻ ആൻഡ്രിയാസ്, റെഡ് ഡെഡ് റിഡംഷൻ, മാക്സ് പൈന് 3, ബുള്ളി തുടങ്ങിയ ഗെയിമുകളിലൂടെ ലോകം മുഴുവൻ ശ്രദ്ധ നേടി. എന്നാൽ റോക്ക് സ്റ്റാർസ് വിജയത്തിന്റെ പിന്നിൽ ഗെയിമുകൾ മാത്രം ഉണ്ടായിരുന്നില്ല. ആയിരക്കണക്കിന് ജീവനക്കാരുടെ വർഷങ്ങളായുള്ള കഠിനാധ്വാനവും വലിയ സാമ്പത്തിക നിക്ഷേപങ്ങളും സാങ്കേതിക നവീകരണങ്ങളും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഒരു ചെറിയ സ്റ്റുഡിയോയിൽ ആരംഭിച്ച ഈ യാത്ര ഇന്ന് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വീഡിയോ ഗെയിം കമ്പനികളിലൊന്നായി റോക്ക് സ്റ്റാർസ് ഗെയിംസിനെ മാറ്റിയിരിക്കുന്നു. പക്ഷേ റോക്ക് സ്റ്റാർസിൻ്റെ യഥാർത്ഥ ഉയർച്ച ഇപ്പോഴാണ് തുടങ്ങുന്നത്. ഒരു ഗെയിം മുഴുവൻ വ്യവസായത്തെയും മാറ്റിമറിച്ചു. അതിൻ്റെ പേര് GTA 3. അതെ, ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ. അതൊരു ഗെയിം മാത്രമല്ല, ഒരു വിപ്ലവം തന്നെയായിരുന്നു. റോക്ക് സ്റ്റാർസ് ഗെയിംസ് എന്ന പേര് ലോകം മുഴുവൻ അറിയാൻ കാരണമായ ഒരു പേര് മാത്രമേയുള്ളൂ: GTA. പക്ഷേ ഒരു ചോദ്യം: എന്തുകൊണ്ടാണ് GTA ഇത്രയും പ്രത്യേകമായത്? എന്തുകൊണ്ടാണ് കോടിക്കണക്കിന് ആളുകൾ ഈ ഗെയിമിനെ ഇന്നും സ്നേഹിക്കുന്നത്? എന്താണ് GTA ഇത്ര വലിയ പ്രത്യേകത?
GTA പുറത്തിറങ്ങിയ സമയത്ത് മിക്ക ഗെയിമുകളും ഒരു നേരായ പാതയിലായിരുന്നു. ഒരു ലെവൽ പൂർത്തിയാക്കുക, അടുത്ത ലെവലിലേക്ക് പോകുക. കളിക്കാരന് ചെയ്യാൻ കഴിയുന്നത് ഡെവലപ്പർമാർ തീരുമാനിച്ച കാര്യങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ GTA ഒരു വ്യത്യസ്ത ചോദ്യം ചോദിച്ചു. കളിക്കാരന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള ഒരു നഗരം നൽകിയാൽ എന്തായിരിക്കും? അതാണ് GTAയുടെ അടിസ്ഥാന ആശയം. ഒരു വലിയ നഗരം, നൂറുകണക്കിന് റോഡുകൾ, ആയിരക്കണക്കിന് വാഹനങ്ങൾ, സാധാരണ ജീവിതം നയിക്കുന്ന ആളുകൾ, പകൽ, രാത്രി, മാറുന്ന സമയം, കാലാവസ്ഥ, റേഡിയോ സ്റ്റേഷനുകൾ, ഓരോ തെരുവിനും ഓരോ കഥ. ഇതെല്ലാം ചേർന്നപ്പോൾ കളിക്കാരന് വെറും ഒരു ഗെയിം കളിക്കുകയാണെന്ന തോന്നലല്ല ഉണ്ടായത്. ഒരു ജീവിക്കുന്ന ലോകത്തിനുള്ളിൽ പ്രവേശിച്ച അനുഭവമായിരുന്നു അത്. സ്വാതന്ത്ര്യം തന്നെയായിരുന്നു GTAയുടെ ശക്തി. മിഷൻ ചെയ്യണമോ? ചെയ്യാം. മിഷൻ ചെയ്യാതെ നഗരം മുഴുവൻ കറങ്ങണമോ? അതും ചെയ്യാം. ഒരു കാർ ഓടിക്കണമോ? ഏതു കാറും പരീക്ഷിക്കാം. ബൈക്ക്, ബോട്ട്, ഹെലികോപ്റ്റർ, വിമാനങ്ങൾ, ഓരോ വാഹനത്തിനും വ്യത്യസ്ത അനുഭവം. ഇതുകൊണ്ടാണ് ഓരോ കളിക്കാരൻ്റെയും GTA അനുഭവം മറ്റൊരാളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായത്. ചിലർ കഥ പൂർത്തിയാക്കാൻ കളിച്ചു, ചിലർ നഗരം മാത്രം ചുറ്റി നടന്നു, ചിലർ സ്റ്റണ്ടുകൾ പരീക്ഷിച്ചു, ചിലർ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി. ഒരു ഗെയിം എല്ലാവർക്കും ഒരേ അനുഭവം നൽകുന്നതിനു പകരം ഓരോരുത്തർക്കും സ്വന്തം കഥ സൃഷ്ടിക്കാനുള്ള അവസരം തന്നെ നൽകി. സിനിമ പോലെ തോന്നിപ്പിച്ച ഗെയിം റോക്സ്റ്റേഴ്സിന്റെ മറ്റൊരു വലിയ മാറ്റവും കൊണ്ടുവന്നു. അവർ ഗെയിമുകളെ സിനിമകളെ പോലെ അവതരിപ്പിച്ചു. ഓരോ കഥാപാത്രത്തിനും സ്വന്തം വ്യക്തിത്വം, ഓരോ മിഷനും കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ സംഭാഷണങ്ങൾ, പശ്ചാത്തല സംഗീതം, ക്യാമറ ആംഗിളുകൾ, ഇതെല്ലാം ചേർന്ന് GTA ഒരു ആക്ഷൻ സിനിമയുടെ അനുഭവം സമ്മാനിച്ചു. അതിനാലാണ് പലരും GTA ഒരു ഗെയിം എന്നതിലുപരി ഒരു സിനിമാറ്റിക് അനുഭവമായി ഓർക്കുന്നത്. വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, മഴ പെയ്യുമ്പോൾ റോഡിന്റെ ഭാവം, റേഡിയോയിൽ വരുന്ന സംഗീതവും പരസ്യങ്ങളും, വഴിയാത്രക്കാരുടെ സംഭാഷണങ്ങൾ, പോലീസിന്റെ പ്രതികരണം, ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും നഗരം ജീവിക്കുന്നത് പോലെ തന്നെ തോന്നിപ്പിച്ചു. ഇതൊരു കാരണമല്ല ഉണ്ടായിരുന്നത്. ഓരോ തവണയും പുതിയ അനുഭവം തന്നെ ലഭിച്ചു. ലോകം പര്യവേക്ഷണം ചെയ്യാനുള്ള കൗതുകമുണ്ടായിരുന്നു. കഥ അറിയാനുള്ള ആകാംക്ഷ ഇതിലുണ്ടായിരുന്നു. ഓരോ നഗരത്തിനും സ്വന്തം ശൈലിയും അന്തരീക്ഷവും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് ഗെയിമുകൾ ദൈർഘ്യമേറിയ സമയം കളിക്കുന്ന ശീലം രൂപപ്പെടാം. അത് GTAക്ക് മാത്രമല്ല, പല തരത്തിലുള്ള ഗെയിമുകൾക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. റോക്സ്റ്റേഴ്സിന്റെ ദൂരദർശനം നമുക്ക് ഇവിടെ വ്യക്തമായിരുന്നു. GTAയിൽ റോക്സ്റ്റേഴ്സ് ഒരു നഗരം മാത്രം സൃഷ്ടിച്ചില്ല, അവർ വിശ്വസനീയമായി തോന്നുന്ന ഒരു ലോകം തന്നെ സൃഷ്ടിച്ചു. കളിക്കാരന് തന്റെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു അനുഭവം നൽകി. അതുകൊണ്ടാണ് GTA ഓരോ പുതിയ പതിപ്പിലും സാങ്കേതികവിദ്യ, കഥ പറച്ചിൽ, കഥാപാത്രങ്ങൾ, ലോകത്തിന്റെ വിശ്വാസ്യത എന്നിവ കൂടുതൽ മെച്ചപ്പെടുത്തിയത്. GTA വിജയിച്ചത് വെറും കാറുകൾ മോഷ്ടിക്കാനോ ആക്ഷൻ മിഷനുകളാലോ മാത്രം അല്ല, സ്വാതന്ത്ര്യം എന്താണെന്ന് ഒരു വീഡിയോ ഗെയിമിലൂടെ അനുഭവിച്ചതിനാലാണ്. ഒരു ജീവിക്കുന്ന നഗരത്തിൽ നിങ്ങൾ തന്നെയാണ് നായകൻ എന്ന അനുഭവം, അതാണ് GTAയെ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഗെയിമിംഗ് ഫ്രാഞ്ചൈസികളിൽ ഒന്നാക്കി മാറ്റിയത്. മാക്സ് പൈന് അതൊരു ഗെയിം മാത്രമല്ല, വേദനയുടെയും പ്രതികാരത്തിൻ്റെയും കഥ. ഒരു മനുഷ്യന് എല്ലാം നഷ്ടപ്പെട്ടാൽ അയാൾക്ക് നഷ്ടപ്പെടാൻ ഇനി ഒന്നും ബാക്കിയില്ല എന്ന് വെച്ചാൽ ആ നിമിഷം അയാൾ ഏറ്റവും അപകടകാരിയായ മനുഷ്യനാകും. ഇതാണ് മാക്സ് പൈൻ എന്ന ഗെയിമിൻ്റെ ആത്മാവ്. ഇന്ന് ആക്ഷൻ ഗെയിമുകൾ ഒരുപാടുണ്ട്, പക്ഷേ 2001 പുറത്തിറങ്ങിയ മാക്സ് പൈൻ എന്ന ഗെയിം ലോകത്തെ അത്ഭുതപ്പെടുത്തി. കാരണം അത് വെറും വെടിവെപ്പിൻ്റെ ഗെയിം ആയിരുന്നില്ല, സിനിമയെ പോലെ കഥ പറയുകയും കളിക്കാരനെ വികാരപരമായി ബന്ധിപ്പിക്കുകയും ചെയ്ത ഒരു അനുഭവമായിരുന്നു. ആരാണ് മാക്സ് പൈൻ? മാക്സ് പൈൻ ഒരു പോലീസ് ഓഫീസറാണ്. സാധാരണ ജീവിതം, സ്നേഹമുള്ള ഭാര്യ, ഒരു ചെറിയ മകൾ. ജീവിതം സന്തോഷകരമായിരുന്നു. പക്ഷേ ഒരു രാത്രി ഒരു മയക്കുമരുന്ന് സംഘത്തിന്റെ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞും കൊല്ലപ്പെടുന്നു. ആ ഒരു സംഭവം മാക്സ് പൈൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും തകർക്കുന്നു. അന്നു മുതൽ അയാളുടെ ജീവിത ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: പ്രതികാരം. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മാക്സ് വീണ്ടും പോലീസിൽ ജോലിയിൽ പ്രവേശിക്കുന്നു. എന്നാൽ ഈ സമയം അദ്ദേഹം ഒരു രഹസ്യ ദൗത്യത്തിലാണ്. ന്യൂയോർക്കിലെ വലിയ മയക്കുമരുന്ന് സംഘത്തിലേക്ക് അദ്ദേഹം നുഴഞ്ഞു കയറുന്നു. പക്ഷേ കാര്യങ്ങൾ പദ്ധതി പോലെ നടന്നില്ല. ഒരു കൊലപാതക കേസിൽ മാക്സ് തന്നെയാണ് പ്രതിയാക്കുന്നത്. ഇനി അദ്ദേഹത്തെ തേടുന്നത് കുറ്റവാളികൾ മാത്രമല്ല, പോലീസും. ഇവിടെയാണ് കളിക്കാരനെ മാക്സിനൊപ്പം ഒരു വലിയ ഗൂഢാലോചനയുടെ ഉള്ളിലേക്ക് കടക്കുന്നത്. ഓരോ മിഷൻ കഴിയുമ്പോഴും പുതിയ രഹസ്യങ്ങൾ തുറന്നു വരും. ആരാണ് യഥാർത്ഥ ശത്രു? ആരെയാണ് വിശ്വസിക്കേണ്ടത്? ആരാണ് വഞ്ചിക്കുന്നത്? ഈ ചോദ്യങ്ങളാണ് കളിക്കാരനെ തുടർച്ചയായി മുന്നോട്ട് നയിക്കുന്നത്.
ദ ബുള്ളറ്റ് ടൈം ഗെയിമിംഗ് ലോകത്തെ മാറ്റിമറിച്ച സാങ്കേതികവിദ്യ. മാക്സ് പൈന് ചരിത്രത്തിൽ ഇടം നൽകിയ ഏറ്റവും വലിയ കാര്യം ബുള്ളറ്റ് ടൈം. സമയം പതുക്കെയാകുന്നു. ബുള്ളറ്റുകൾ വായുവിലൂടെ സ്ലോ മോഷനിൽ സഞ്ചരിക്കുന്നു. മാക്സ് ചാടിക്കൊണ്ട് വെടിവെക്കുന്നു. ഓരോ ഷോട്ടും ഒരു ഹോളിവുഡ് ആക്ഷൻ സിനിമയുടെ രംഗം പോലെ അനുഭവപ്പെടുന്നു. ആ കാലത്ത് ഇത് അതിശയകരമായ സാങ്കേതിക വിദ്യയായിരുന്നു. കളിക്കാർ വെറും ശത്രുക്കളെ തോൽപ്പിച്ചില്ല, അവർ ഒരു ആക്ഷൻ സിനിമയിലെ നായകനായി ജീവിക്കുകയായിരുന്നു. മാക്സ് പൈനിന്റെ മറ്റൊരു പ്രത്യേകത അതതിന്റെ കഥ തന്നെയാണ്. സാധാരണ കട്ട് സീനുകൾക്ക് പകരം ഗ്രാഫിക് നോവൽ ശൈലിയിലുള്ള അവതരണമാണ് ഉപയോഗിച്ചത്. ഓരോ സംഭാഷണത്തിലും മാക്സിന്റെ മനസ്സിലെ വേദന കേൾക്കാം. അദ്ദേഹത്തിന്റെ ഏകാന്തത, നഷ്ടബോധം, കോപം, പ്രതികാരാഗ്നി ഇതെല്ലാം കളിക്കാരനും അനുഭവിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു അവതരണം. അതുകൊണ്ട് മാക്സ് പൈൻ ഒരു കഥാപാത്രമല്ലായിരുന്നു, കളിക്കാരൻ തന്നെ മാക്സ് പൈൻ ആയി മാറുകയായിരുന്നു. ഈ ഗെയിം ഇത്ര അധികം ഇഷ്ടപ്പെടാൻ അതിന് നിരവധി കാരണങ്ങളാണ് ഉണ്ടായത്. ഒന്നാമത് വ്യത്യസ്തമായ കഥ, രണ്ടാമത് ബുള്ളറ്റ് ടൈം പോലുള്ള പുതിയ ഗെയിം പ്ലാൻ അനുഭവം, മൂന്നാമത് സിനിമയെ ഓർമ്മിപ്പിക്കുന്ന അവതരണം, നാലാമത് ഇരുണ്ട അന്തരീക്ഷം, മഴ, സംഗീതം, നഗരത്തിന്റെ ഡിസൈൻ ഇവയെല്ലാം ചേർന്ന് ഒരു പ്രത്യേക അനുഭവം തന്നെ സൃഷ്ടിച്ചു. അതുകൊണ്ട് മാക്സ് പൈൻ ഒരു സാധാരണ ഷൂട്ടർ ഗെയിമായി തോന്നിയില്ല. ഓരോ മിഷനും ഒരു സിനിമയുടെ അടുത്ത രംഗം പോലെ അനുഭവപ്പെട്ടു. കളിക്കാരനെ വീണ്ടും വീണ്ടും കളിക്കാൻ പ്രേരിപ്പിച്ചു. ബുള്ളറ്റ് ടൈം ഉപയോഗിച്ച് പുതിയ രീതിയിൽ പോരാടാൻ, മികച്ച സ്കോർ നേടാൻ, കഥയിലെ ചെറിയ വിശദാംശങ്ങൾ വീണ്ടും കണ്ടെത്താൻ. ആ കാലഘട്ടത്തിൽ ഇത് വളരെ പുതിയ അനുഭവമായിരുന്നു. ആദ്യത്തെ മാക്സ് പൈനും അതിന്റെ തുടർച്ചയായ മാക്സ് പൈൻ 2 ദ ഫാൾ ഓഫ് മാക്സ് പൈന്റെയും ഫിൻലാൻഡിലെ റെമഡി എന്റർടൈൻമെന്റ് വികസിപ്പിക്കുകയും റോക്സ്റ്റാർ ഗെയിംസ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പിന്നീട് മാക്സ് പൈൻ 3 നേരിട്ട് റോക്സ്റ്റാർ വികസിപ്പിച്ചു. കൂടുതൽ യാഥാർത്ഥ്യബോധ്യമുള്ള ഗ്രാഫിക്സ്, പുതിയ ആക്ഷൻ സംവിധാനം, കൂടുതൽ സിനിമാറ്റിക് അവതരണം എന്നിവയിലൂടെ പരമ്പരയെ പുതിയ തലത്തിലേക്ക് കൊണ്ടുപോയി. മാക്സ് പൈൻ വിജയിച്ചത് വെറും വെടിവെപ്പുകൾ കൊണ്ട് മാത്രമല്ല, ഓരോ ബുള്ളറ്റിനു പിന്നിൽ ഒരു വികാരമുണ്ടായിരുന്നു. ഓരോ പോരാട്ടത്തിനും പിന്നിൽ ഒരു മനുഷ്യന്റെ നഷ്ടവും പ്രതികാരവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും മാക്സ് പൈൻ ഗെയിമിംഗ് ലോകത്തിലെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കഥ പറച്ചിലുള്ള ആക്ഷൻ ഗെയിമുകളിലൊന്നായി ഇന്നും ഓർമ്മിപ്പിക്കപ്പെടുന്നത്. റോക്സ്റ്റേഴ്സ് ഗെയിംസിന്റെ യാത്രയിൽ മാക്സ് പൈൻ ഒരു നിർണായക അധ്യായം തന്നെയായിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന ഒരു ഗെയിം ഓപ്പൺ വേൾഡ് ഗെയിംസിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. അതാണ് GTA 3. ഒരു സാധാരണ AAA ഗെയിം 3 to 4 വർഷം കൊണ്ടാണ് നിർമ്മിക്കുന്നത്. എന്നാൽ റോക്സ്റ്റേഴ്സ് 8 വർഷം, 10 വർഷം, ചിലപ്പോൾ അതിലും കൂടുതൽ. എന്തുകൊണ്ട്? കാരണം അവർ ചെറിയ കാര്യങ്ങൾ പോലും വിട്ടുകൊടുക്കാറില്ല. ഒരു നഗരത്തിലെ ഗ്രാഫിക്, മഴ, സൂര്യപ്രകാശം, NPCയുടെ പ്രതികരണം, ഓരോ കാര്യവും യഥാർത്ഥ ലോകം പോലെ തോന്നണം. അതുകൊണ്ടാണ് അവരുടെ ഗെയിമുകൾക്ക് വർഷങ്ങൾ തന്നെ വേണ്ടിവരുന്നത്. റോക്സ്റ്റാർ GTA മാത്രം നിർമ്മിച്ചിട്ടില്ല. മാക്സ് പൈന് ബുള്ളറ്റ് ടൈം എന്ന സാങ്കേതിക വിദ്യ ലോക പ്രശസ്തമായി. ബുള്ളി, സ്കൂൾ പശ്ചാത്തലത്തിലുള്ള വ്യത്യസ്ത അനുഭവം, എല്ലനയോറ, മുഖഭാവങ്ങൾ ഉപയോഗിച്ച് കള്ളം കണ്ടെത്തുന്ന അന്വേഷണ സംവിധാനം, റെഡ് ഡെഡ് റിഡംഷൻ. വെസ്റ്റേൺ സിനിമകൾ ഗെയിമായാൽ എങ്ങനെയിരിക്കും? അതിന്റെ ഉത്തരം 2018 പുറത്തിറങ്ങിയ റെഡ് ഡെഡ് റിഡംഷൻ 2 ഇന്നും ഗ്രാഫിക്സ്, കഥാപാത്രങ്ങൾ, വിശദാംശങ്ങൾ എന്നിവയിൽ ഏറ്റവും മികച്ച ഗെയിമുകളിൽ ഒന്നായി തന്നെ കണക്കാക്കുന്നു. ഓരോ NPCക്കും സ്വന്തം ജീവിതം, ഓരോ മൃഗത്തിനും വ്യത്യസ്ത പെരുമാറ്റം. അതുകൊണ്ടാണ് റോക്സ്റ്റേഴ്സ് ഇന്നും ലോകത്തെ ഞെട്ടിക്കുന്നതും വ്യത്യസ്തമാകുന്നതും. ബള്ളി, സ്കൂളിനെ ഒരു ഓപ്പൺ വേൾഡ് സാഹസിക ലോകമാക്കിയ ഗെയിം. സ്കൂൾ ബെൽ മുഴങ്ങുന്നു, വിദ്യാർത്ഥികൾ ഓടുന്നു. ബുൾവേർത്ത് അക്കാദമിയുടെ ദൃശ്യങ്ങൾ. റോക്സ്റ്റേഴ്സ് ഗെയിംസ് എന്ന് കേൾക്കുമ്പോൾ മിക്ക ആളുകളുടെയും മനസ്സിൽ ആദ്യം വരുന്നത് GTA ആണ്. പക്ഷേ റോക്സ്റ്റേഴ്സ് ഒരിക്കൽ സ്കൂളിനെ പശ്ചാത്തലമാക്കി ഒരു ഗെയിം ഉണ്ടാക്കി. അത് പുറത്തിറങ്ങിയപ്പോൾ വലിയ വിവാദങ്ങളും അതേസമയം വലിയ പ്രശംസയും നേടിയെടുത്തു. ആ ഗെയിമിന്റെ പേരാണ് ബുള്ളി. ഇതൊരു സാധാരണ സ്കൂൾ ഗെയിം ആയിരുന്നില്ല. സൗഹൃദം, മത്സരങ്ങൾ, തമാശ, സാഹസികത, ഉത്തരവാദിത്വം ഇതെല്ലാം ചേർന്ന ഒരു വ്യത്യസ്ത ഓപ്പൺ വേൾഡ് അനുഭവമായിരുന്നു. ബുള്ളിയിലെ നായകൻ ജിമ്മി ഹോപ്കിൻസ് 15 വയസ്സുള്ള ഒരു കൗമാരക്കാരൻ. വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം അവനെ ബുൾവേർത്ത് അക്കാദമി എന്ന ബോർഡിംഗ് സ്കൂളിലേക്ക് അയക്കുന്നു. പുതിയ സ്കൂൾ, പുതിയ അധ്യാപകർ, പുതിയ വിദ്യാർത്ഥികൾ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. സ്കൂളിനുള്ളിൽ നിരവധി വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ തമ്മിൽ മത്സരവും വൈര്യവുമുണ്ട്.
ജിമ്മി ആ ലോകത്തിൽ സ്വന്തം സ്ഥാനം കണ്ടെത്തേണ്ടി വരുന്നു. ബുൾവർത്ത് അക്കാദമിയിൽ ജീവിക്കുന്ന ഒരു ലോകം. റോക്സ്റ്റേഴ്സ് ഈ ഗെയിമിൽ ഒരു വലിയ നഗരം സൃഷ്ടിച്ചില്ല, പകരം ഒരു മുഴുവൻ സ്കൂൾ ജീവിതം തന്നെ സൃഷ്ടിച്ചു. രാവിലെ ക്ലാസുകൾ, ഉച്ചയ്ക്ക് കളിസ്ഥലം, ഹോസ്റ്റൽ, ലൈബ്രറി, കാന്റീൻ, സ്കൂളിന് പുറത്തുള്ള ചെറിയ പട്ടണം. ഓരോ സ്ഥലത്തിനും സ്വന്തം അന്തരീക്ഷം. വിദ്യാർത്ഥികൾ നടക്കുന്നു, അധ്യാപകർ ക്ലാസ് എടുക്കുന്നു, സ്കൂൾ ബെൽ മുഴങ്ങുന്നു. ഇത് വെറും ഒരു മാപ്പായിരുന്നില്ല, ജീവിക്കുന്ന ഒരു ക്യാമ്പസ് ആയിരുന്നു. ജിമ്മിക്ക് ദിവസേന പല കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു. ക്ലാസ്സിൽ പോകാം, ഗണിതം, രസതന്ത്രം, ഇംഗ്ലീഷ്, കല, ജിം തുടങ്ങിയ വിഷയങ്ങളിൽ പങ്കെടുക്കാം. ഈ ക്ലാസ്സുകൾ വെറും കാണിക്കാനല്ല, ഓരോ ക്ലാസ്സും ചെറിയ മിനി ഗെയിമുകളായിരുന്നു. വിജയിച്ചാൽ പുതിയ കഴിവുകളും ഉപകരണങ്ങളും ലഭിക്കും. അതോടൊപ്പം മിഷനുകളും ചെയ്യാം. സുഹൃത്തുക്കളെ സഹായിക്കാം, സ്കൂളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, സൈക്കിൾ ഓടിക്കാം, പട്ടണം ചുറ്റിക്കറങ്ങാം. ഓരോ ദിവസത്തിൽ ഓരോ കളിക്കാരനും വ്യത്യസ്ത അനുഭവം നേടാനാകുമായിരുന്നു. ബുൾവർത്ത് അക്കാദമിയിലെ ഓരോ വിദ്യാർത്ഥി ഗ്രൂപ്പിനും സ്വന്തം അനുഭവം ഉണ്ടായിരുന്നു, സ്വഭാവമുണ്ടായിരുന്നു. ജോക്സ് കായിക താരങ്ങൾ, നേർഡ്സ് പഠനത്തിലെ മിടുക്കർ, പ്രപ്പീസ് സമ്പന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾ, ഗ്രീസേഴ്സ് വഴക്കിനും ധൈര്യത്തിനും പേരുകേട്ടവർ, ബുള്ളീസ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവർ. ജിമ്മി ഇവരുമായി ചിലപ്പോൾ സൗഹൃദവും ചിലപ്പോൾ മത്സരവും നടത്തേണ്ടി വരും. ഇത് കഥയെ കൂടുതൽ രസകരമാക്കി മാറ്റി. എന്തുകൊണ്ടാണ് ബുള്ളി വ്യത്യസ്തമായത്? ആ കാലത്ത് ഓപ്പൺ വേൾഡ് ഗെയിമുകൾ കൂടുതലും നഗരങ്ങളെയോ കുറ്റകൃത്യങ്ങളെയോ ആസ്പദമാക്കിയവയായിരുന്നു. പക്ഷെ ബുള്ളി സ്കൂൾ ജീവിതത്തെ ഒരു സാഹസിക ലോകമാക്കി മാറ്റി. ഹോംവർക്ക്, ക്ലാസുകൾ, സ്കൂൾ പരിപാടികൾ, മഞ്ഞ് പെയ്യുന്ന ശീതകാലം, ഹാലോവിൻ പോലുള്ള ആഘോഷങ്ങൾ, കാലാവസ്ഥയും സമയവും മാറുന്നത്, ഇവയെല്ലാം ഗെയിമിന് ജീവൻ നൽകി. എന്തുകൊണ്ടാണ് ഇത് കളിക്കാർക്ക് ഇത്രത്തോളം ഇഷ്ടമായത്? അതിന് കാരണം ഇന്ന് പലർക്കും അവരുടെ സ്വന്തം സ്കൂൾ ജീവിതം ഓർമ്മിപ്പിച്ചു. സുഹൃത്തുക്കൾ, അധ്യാപകർ, ക്ലാസ്സിലെ തമാശകൾ, മത്സരങ്ങൾ, സ്കൂളിലെ ചെറിയ സംഭവങ്ങൾ, ഇവയെല്ലാം ഒരു ഗെയിമിലൂടെ അനുഭവിക്കാനായി. അതോടൊപ്പം റോക്സ്റ്റേഴ്സിന്റെ പ്രത്യേക ശൈലിയായ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. മിഷൻ ചെയ്യാം, അല്ലെങ്കിൽ ക്യാമ്പസ് ചുറ്റി നടക്കാം, സൈക്കിൾ ഓടിക്കാം, മിനി ഗെയിമുകൾ കളിക്കാം. വിവാദങ്ങളും ഇതോടൊപ്പം തന്നെ ബുള്ളിയെ തേടിയെത്തി. ബുള്ളി പുറത്തിറങ്ങിയപ്പോൾ ചിലർ അതിന്റെ പേരും ഉള്ളടക്കവും സംബന്ധിച്ച ആശങ്ക തന്നെ പ്രകടിപ്പിച്ചു. എന്നാൽ ഗെയിമിന്റെ പ്രധാന ലക്ഷ്യം മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പ്രോത്സാഹിപ്പിക്കലല്ലായിരുന്നു. ബുള്ളി വിജയിച്ചതിന് വെറും സ്കൂളിനെ പശ്ചാത്തലമാക്കിയത് കൊണ്ട് മാത്രമല്ല, സ്കൂൾ ജീവിതത്തിലെ സന്തോഷവും വെല്ലുവിളികളും ഒരു ഓപ്പൺ വേൾഡ് സാഹസിക അനുഭവമാക്കി മാറ്റിയത് കൊണ്ടാണ്. ഇന്നും നിരവധി ആരാധകർ ബുള്ളിയെ ഒരു പുതിയ പതിപ്പിനായി കാത്തിരിക്കുകയാണ്. കാരണം ഒരിക്കൽ ബുൾവർത്ത് അക്കാദമിയിൽ സമയം ചെലവഴിച്ചവർക്ക് ആ അനുഭവം എളുപ്പത്തിൽ മറക്കാൻ സാധിക്കില്ല. എല്ലെ നയോര. ഓരോ മുഖവും ഒരു രഹസ്യം ഒളിപ്പിക്കുന്നു. ഒരു പഴയ ജാസ് സംഗീതം, 1940കളിലെ ലോസ് ആഞ്ചൽസിലെ ദൃശ്യങ്ങൾ. നിങ്ങൾ ഒരു കൊലയാളിയെ പിടിക്കേണ്ട ഒരു പോലീസ് ഡിറ്റക്റ്റീവ് ആണെന്ന് സങ്കല്പിക്കൂ. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ സത്യമാണോ പറയുന്നത്, കള്ളമാണോ പറയുന്നത്? അത് തെളിയിക്കാൻ നിങ്ങൾക്ക് തോക്കല്ല വേണ്ടത്, ബുദ്ധിയാണ്. ഇതാണ് എല്ലെ നയോര എന്ന ഗെയിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. റോക്സ്റ്റേഴ്സ് ഗെയിംസ് പുറത്തിറക്കിയ ഈ ഗെയിം ആക്ഷനേക്കാൾ കൂടുതൽ അന്വേഷണത്തിനും ചിന്തക്കും പ്രാധാന്യം നൽകിയ ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. 1947 ലോസ് ആഞ്ചൽസിലേക്ക് സ്വാഗതം. എല്ലെ നയോര നമ്മളെ കൊണ്ടുപോകുന്നത് 1947 അമേരിക്കയിലെ ലോസ് ആഞ്ചൽസ് നഗരത്തിലേക്കാണ്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച കാലം. നഗരം അതിവേഗം വളരുകയാണ്. പക്ഷെ ആ വളർച്ചയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് കൊലപാതകങ്ങൾ, അഴിമതി, മയക്കുമരുന്ന്, രാഷ്ട്രീയ സ്വാധീനം, മാഫിയ സംഘങ്ങൾ. ഈ ഇരുണ്ട ലോകത്തിനുള്ളിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. നായകൻ കൊലെ ഫിലിപ്സ്, രണ്ടാം ലോക മഹായുദ്ധത്തിൽ സേവനം ചെയ്ത ഒരു മുൻ സൈനികൻ. യുദ്ധത്തിന് ശേഷം അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിയിൽ പ്രവേശിക്കുന്നു. സത്യസന്ധനായ ഒരു ഓഫീസർ, നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ. എന്നാൽ അദ്ദേഹം അന്വേഷിക്കുന്ന ഓരോ കേസും അദ്ദേഹത്തെ കൂടുതൽ അപകടകരമായ സത്യങ്ങളിലേക്ക് നയിക്കുന്നു. മിക്ക ഗെയിമുകളിലും നിങ്ങൾ ശത്രുക്കളെ വെടിവെച്ച് മുന്നോട്ട് പോകും. എന്നാൽ എല്ലെ നയോരയിൽ ഓരോ കേസും ഒരു പസിൽ പോലെയാണ്. ഒരു കൊലപാതകം നടക്കുന്നു, നിങ്ങൾ സംഭവസ്ഥലത്ത് എത്തുന്നു, അവിടെയുള്ള തെളിവുകൾ കണ്ടെത്തണം, വസ്തുക്കൾ പരിശോധിക്കണം, വിരലടയാളങ്ങൾ, രക്തക്കറകൾ, ആയുധങ്ങൾ. ചെറിയ തെളിവുകൾ പോലും വിട്ടുപോകരുത്, കാരണം അവയിൽ ഏതെങ്കിലും ഒന്ന് മുഴുവൻ കേസിന്റെയും ദിശ തന്നെ മാറ്റാൻ കഴിയും. ഇത് മറ്റെല്ലാ ഗെയിമുകളിൽ നിന്നും വേർതിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇന്ററോഗേഷൻ സിസ്റ്റം തന്നെയായിരുന്നു. സംശയിക്കുന്ന ആളുകളോട് ചോദ്യം ചെയ്യണം,
അവർ പറയുന്നത് സത്യമാണോ കള്ളമാണോ, അവർ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ അവരുടെ മുഖം ശ്രദ്ധിക്കണം. കണ്ണുകളുടെ ചലനം, മുഖഭാവം, ശബ്ദത്തിലെ മാറ്റം, അസ്വസ്ഥത, ഈ സൂചനകളെ അടിസ്ഥാനമാക്കി വേണം നിങ്ങൾ തീരുമാനമെടുക്കണം. ശരിയായ തീരുമാനമെടുത്താൽ അന്വേഷണം മുന്നോട്ട് പോകും. തെറ്റായ തീരുമാനമെടുത്താൽ കുറ്റവാളി രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. ഈ ഗെയിമിന്റെ ഏറ്റവും വലിയ സാങ്കേതിക നേട്ടം മോഷൻ സ്കാൻ ടെക്നോളജി. യഥാർത്ഥ അഭിനേതാക്കളുടെ മുഖഭാവങ്ങൾ വളരെ കൃത്യമായി ഡിജിറ്റലായി പകർത്തിയ സാങ്കേതിക വിദ്യയായിരുന്നു ഇത്. അതുകൊണ്ട് കഥാപാത്രങ്ങളുടെ മുഖത്ത് വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും കളിക്കാർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. ഇതുപോലുള്ള മറ്റുള്ള ആക്ഷൻ ഗെയിമുകളെ പോലെ മാത്രമായിരുന്നില്ല. ഇവിടെ ജയിക്കാൻ നല്ല ലക്ഷ്യം വെക്കുന്നത് മാത്രം പോരായിരുന്നു. ചിന്തിക്കണം, തെളിവുകൾ വിശകലനം ചെയ്യണം, സംശയാസ്പദകരമായ ആളുകളുടെ പെരുമാറ്റം നിരീക്ഷിക്കണം. ഓരോ കേസും ഒരു സിനിമ കാണുന്നത് പോലെ അതിൽ നിങ്ങൾ തന്നെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനാകുന്ന അനുഭവമായിരുന്നു. ലാനോവരെ വിജയിച്ചത് വെറും കുറ്റവാളികളെ പിടിച്ചത് കൊണ്ടല്ല, ഓരോ തെളിവിനും ഒരു കഥയുണ്ടെന്നും കളിക്കാരെ വിശ്വസിപ്പിച്ചത് കൊണ്ടാണ്. ഓരോ മുഖവും ഒരു രഹസ്യ ഒളിപ്പിച്ചിരിക്കുമെന്നും സത്യം കണ്ടെത്താൻ ക്ഷമയും നിരീക്ഷണശേഷിയും ആവശ്യമാണെന്നും ഈ ഗെയിം നമ്മെ പഠിപ്പിച്ചു. റോക്സ്റ്റേഴ്സ് ഗെയിമിന്റെ ചരിത്രത്തിലെ ലാനോവരയുടെ ഒരു വ്യത്യസ്തത പരീക്ഷണമായിരുന്നു. അത് തെളിയിച്ചത് ഒരേയൊരു കാര്യമാണ്: മികച്ച കഥ പറച്ചിലും നവീന സാങ്കേതിക വിദ്യയും ഒന്നിച്ചാൽ ഒരു ഗെയിം വെറും വിനോദം മാത്രമല്ല, മറക്കാനാവാത്ത അനുഭവമായി മാറും. റെഡ് ഡെഡ് റിഡംഷൻ ഒരു ഗെയിമല്ല, ജീവിച്ചിരിക്കുന്ന ഒരു വെസ്റ്റേൺ ലോകം. ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ 1990കളുടെ തുടക്കത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ ജീവിതം എങ്ങനെയായിരുന്നേനെ? കാറുകൾക്ക് പകരം കുതിരകൾ, നഗരങ്ങൾക്ക് പകരം വിശാലമായ മരുഭൂമികൾ, നിയമത്തെക്കാൾ ശക്തമായിരുന്നത് തോക്കുകൾ. അത്തരമൊരു ലോകം ഒരു വീഡിയോ ഗെയിമിലൂടെ അനുഭവിക്കാൻ സാധിച്ചാൽ അതാണ് റെഡ് ഡെഡ് റിഡംഷൻ. ഇതൊരു കൗബോയ് ഗെയിം മാത്രമല്ല, ജീവിതം, സൗഹൃദം, വിശ്വാസം, ദ്രോഹം, മോചനം എന്നിവയെക്കുറിച്ചുള്ള ഒരു മഹത്തായ കഥയാണ്. റെഡ് ഡെഡ് റിഡംഷൻ പുറത്തിറങ്ങിയപ്പോൾ പലരും ഇത് വെറും ഒരു ഓപ്പൺ വേൾഡ് ആക്ഷൻ ഗെയിം ആയിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ റോക്സ്റ്റേഴ്സ് ഗെയിംസ് മറ്റൊരു തലത്തിലേക്ക് തന്നെ ചിന്തിച്ചു. അവർ ഒരു മാപ്പ് മാത്രം സൃഷ്ടിച്ചില്ല, ശ്വാസമെടുക്കുന്ന ഒരു ലോകം സൃഷ്ടിച്ചു. 90കളുടെ തുടക്കത്തിൽ അമേരിക്കയുടെ അതിർത്തി പ്രദേശങ്ങൾ എങ്ങനെയായിരുന്നുവോ അതിൻ്റെ അന്തരീക്ഷം കഴിയുന്നത്ര വിശ്വസനീയമായ പുനഃസൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു. ജോൺ മാസ്റ്റോൺ ഈ കഥയിലെ നായകൻ, ഒരു കാലത്ത് നിയമവിരുദ്ധ സംഘത്തിലെ അംഗം. പക്ഷെ പിന്നീട് കുടുംബത്തോടൊപ്പം സമാധാന ജീവിതം നയിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. എന്നാൽ സർക്കാർ അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകനെയും തടവിലാക്കി ഒരു നിബന്ധന മുന്നോട്ട് വെക്കുന്നു: നിന്റെ പഴയ സംഘത്തിലെ അംഗങ്ങളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇനി ജോണിന്റെ മുന്നിൽ 2 വഴികൾ മാത്രം. ഒന്ന്, പഴയ സുഹൃത്തുക്കളെ നേരിടുക, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ നഷ്ടപ്പെടുത്തുക. ഇതാണ് കഥയുടെ തുടക്കം. റെഡ് ഡെഡ് റിഡംഷനിന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ ലോകം. മരുഭൂമികൾ, മലനിരകൾ, കാടുകൾ, ചെറിയ ഗ്രാമങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, നദികൾ, മൃഗങ്ങൾ. ഓരോ സ്ഥലത്തിനും സ്വന്തം സ്വഭാവം. ഓരോ യാത്രയും പുതിയൊരു അനുഭവം. കുതിരപ്പുറത്ത് മണിക്കൂറുകളോളം യാത്ര ചെയ്താലും ബോറടിക്കാത്ത ലോകം. ജോൺ മാൺസ്റ്റോണായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് മിഷനുകൾ മാത്രമല്ല. കുതിരകളെ പരിശീലിപ്പിക്കാം, വേട്ടയാടാം, മത്സ്യം പിടിക്കാം, പണം സമ്പാദിക്കാം, അപരിചിതരെ സഹായിക്കാം, അല്ലെങ്കിൽ വെറും സൂര്യാസ്തമയം നോക്കി നിൽക്കാം. അതെ, ഈ ഗെയിമിൽ പല കളിക്കാരും കഥ മറന്ന് പ്രകൃതിയെ ആസ്വദിക്കാൻ സമയം ചെലവഴിച്ചിരുന്നു. അതാണ് റോക്സ്റ്റേഴ്സ് സൃഷ്ടിച്ച ലോകത്തിന്റെ ശക്തി. തോക്ക് പോരാട്ടങ്ങളും ഡെഡ് ഐ സംവിധാനങ്ങളും. ഡെഡ് ഐ സമയം പതുക്കെയാകുന്നു. നിങ്ങൾ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു, ശേഷം ഒരൊറ്റ നിമിഷത്തിൽ കൃത്യമായ വെടിവെപ്പ്. ഇത് വെസ്റ്റേൺ സിനിമകളിലെ പ്രശസ്തമായ ഗൺഫൈറ്റുകളെ ഓർമ്മിപ്പിക്കുന്ന അനുഭവമായിരുന്നു. ഓരോ പോരാട്ടവും സ്റ്റൈലിഷും ആവേശകരവുമായിരുന്നു. കഥയുടെ വികാരം റോക്സ്റ്റേഴ്സ് ഈ ഗെയിമിനെ വ്യത്യസ്തമാക്കിയത് അതിൻ്റെ വികാരങ്ങൾ തന്നെയാണ്. ജോൺ മാസ്റ്റോൺ ഒരു സൂപ്പർ ഹീറോ അല്ല, തെറ്റുകൾ ചെയ്ത ഒരു മനുഷ്യനാണ്. കുടുംബത്തിനു വേണ്ടി എല്ലാം ചെയ്യാൻ തയ്യാറായ ഒരാൾ. കളി മുന്നോട്ട് പോകുമ്പോൾ സൗഹൃദം എന്താണെന്നും വിശ്വാസം എന്താണെന്നും വഞ്ചന എത്ര വേദനിപ്പിക്കുമെന്നും കളിക്കാരൻ അനുഭവിക്കുന്നു. 2018 പുറത്തിറങ്ങിയ റെഡ് ഡെഡ് റിഡംഷൻ 2 ഈ ലോകത്തെ കൂടുതൽ സമ്പന്നമാക്കി. ഈ തവണ പ്രധാന കഥാപാത്രം ആർത്തർ മോർഗൻ. ജോൺ മോൺസ്റ്റോണിന്റെ കഥയ്ക്ക് മുൻപുള്ള സംഭവങ്ങളാണ് ഇതിൽ പറയുന്നത്. ആർത്തർ മോർഗന്റെ ജീവിതം. ഡച്ച് വാൻഡി ലിൻഡ് നയിക്കുന്ന സംഘത്തിന്റെ തകർച്ച, വിശ്വാസത്തിന്റെ പരീക്ഷണം, സ്വന്തം തെറ്റുകളെ തിരിച്ചറിയുന്ന ഒരു മനുഷ്യന്റെ മാറ്റം.
ഇതെല്ലാം ചേർന്ന് റെഡ് ഡെഡ് റിഡംഷൻ 2 വീഡിയോ ഗെയിം ചരിത്രത്തിൽ ഏറ്റവും പ്രശംസിക്കപ്പെട്ട കഥകളിൽ ഒന്നാക്കി മാറ്റി. എന്തുകൊണ്ടാണ് ആളുകൾ ഈ ഗെയിം ഇത്രത്തോളം ഇഷ്ടമായത്? കാരണം ഇത് കളിക്കാരനെ ഒരിക്കലും തിരക്കിലാക്കിയില്ല. ഗെയിം പറഞ്ഞു, ഈ ലോകം നിനക്കുള്ളതാണ്, നിന്റെ വേഗത്തിൽ ജീവിക്കൂ. ചിലർ വേട്ടയാടാൻ പോയി, ചിലർ കുതിരകളെ വളർത്തി, ചിലർ കഥ മാത്രം പിന്തുടർന്നു, ചിലർ വെറും ലോകം പര്യവേക്ഷണം ചെയ്തു. ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവം. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം. കഥയും കഥാപാത്രങ്ങളുടെ വസ്ത്രങ്ങളും കാലാവസ്ഥയെ ആശ്രയിച്ച് മാറ്റേണ്ടി വരും. ഓരോ പട്ടണത്തിനും സ്വന്തം സംസ്കാരവും അന്തരീക്ഷവുമുണ്ട്. ഈ ചെറിയ കാര്യങ്ങൾ ചേർന്നാണ് ലോകം യാഥാർത്ഥ്യമായി തോന്നിയത്. റെഡ് ഡെഡ് റിഡംഷൻ തെളിയിച്ചത് ഒരു മികച്ച ഗെയിം എന്നത് വലിയ മാപ്പ് മാത്രമല്ല, ആ ലോകത്തിൽ ജീവിക്കുന്ന അനുഭവമാണ്. കളിക്കാരൻ കഥാപാത്രങ്ങളായി മാനസികമായി ബന്ധപ്പെടണം. അവരുടെ നഷ്ടങ്ങൾ സ്വന്തം നഷ്ടമായി തോന്നണം. അപ്പോഴാണ് ഒരു ഗെയിം മറക്കാനാകാത്ത അനുഭവമാകുന്നത്. റെഡ് ഡെഡ് റിഡംഷൻ വിജയിച്ചത് വെറും കൗബോയ് ജീവിതം കാണിച്ചത് കൊണ്ട് മാത്രമല്ല. ഓരോ മനുഷ്യനും തന്റെ പഴയ തെറ്റുകളിൽ നിന്ന് മോചനം തേടുന്ന ഒരു യാത്രയുണ്ടെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജോൺ മാൺസ്റ്റോണിൻ്റെയും ആർത്തർ മോർഗന്റെയും കഥകൾ വെറും വീഡിയോ ഗെയിം കഥാപാത്രങ്ങളുടെ കഥകളല്ല. ജീവിതം, വിശ്വാസം, ത്യാഗം, കുടുംബം എന്നിവയെക്കുറിച്ചുള്ള മനുഷ്യരുടെ കഥകളാണ്. റോക്സ്റ്റേഴ്സ് ഗെയിംസ് ഓരോ ഗെയിമിലും ഒരു പുതിയ ലോകം സൃഷ്ടിച്ചു. എന്നാൽ റെഡ് ഡെഡ് റിഡംഷൻ തെളിയിച്ചത് ഒരേയൊരു കാര്യമാണ്: ഒരു വീഡിയോ ഗെയിമിനും ഒരു മികച്ച സിനിമയെ പോലെ മനുഷ്യരുടെ മനസ്സിൽ വർഷങ്ങളോളം ജീവിക്കാൻ കഴിയും. ഒരു ചെറിയ സ്വപ്നത്തിൽ നിന്നാണ് റോക്സ്റ്റേഴ്സ് ഗെയിംസിന്റെ യാത്ര ആരംഭിച്ചത്. പക്ഷേ ഇന്ന് ആ സ്വപ്നം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഗെയിമർമാരുടെ ഓർമ്മകളായി മാറിയിരിക്കുന്നു. GTA നമ്മെ സ്വാതന്ത്ര്യം എന്താണെന്ന് കാണിച്ചു തന്നു. മാക്സ് പൈനെ ഒരു മനുഷ്യന്റെ വേദനയും പ്രതികാരവും അനുഭവിപ്പിച്ചു. ബുള്ളി ഒരു സാധാരണ സ്കൂൾ ജീവിതത്തെ പോലും മറക്കാനാകാത്ത സാഹസിക ലോകമാക്കി മാറ്റി. എല്ലെനോയെ സത്യം കണ്ടെത്താൻ കണ്ണുകളേക്കാൾ മനസ്സിനെ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു. റെഡ് ഡെഡ് റിഡംഷൻ ഒരു ഗെയിമിനും മനുഷ്യരുടെ വികാരങ്ങളെ സ്പർശിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു. ഇവ വെറും ഗെയിമുകളല്ല, ഒരു തലമുറയുടെ തന്നെ ഓർമ്മകളാണ്. റോക്സ്റ്റേഴ്സ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച GTA 6 ഇതുവരെ അവരുടെ ഏറ്റവും വലിയതും ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതുമായ പ്രൊജക്റ്റാണ്. റോക്സ്റ്റേഴ്സിനെ കുറിച്ച് ഒരു കാര്യം മാത്രം പറയാം: അവർ പുതിയതായി ഗെയിം പ്രഖ്യാപിക്കുമ്പോൾ ഗെയിമിന് ലോകത്തെ മുഴുവൻ അതിലേക്ക് ശ്രദ്ധ തിരിയും. നമ്മൾ എല്ലാവരും ഒരിക്കലെങ്കിലും ലിബർട്ടി സിറ്റിയിലോ, വൈസ് സിറ്റിയിലോ, സാൻ ആൻഡ്രിയാസിലോ, ബുൾവർത്ത് അക്കാദമിയിലോ അല്ലെങ്കിൽ അമേരിക്കയുടെ വിശാലമായ പുൽമേടുകളിലോ ജീവിച്ചിരുന്നു. അത് യഥാർത്ഥ ലോകമല്ലായിരുന്നു, പക്ഷേ ആ ഓർമ്മകൾ യാഥാർത്ഥ്യമാണ്. ഒരു നല്ല ഗെയിം നമ്മളെ കുറച്ചു മണിക്കൂറുകൾ മാത്രം രസിപ്പിക്കും, പക്ഷെ ഒരു മഹത്തായ ഗെയിം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരും. റോക്സ്റ്റേഴ്സ് ഗെയിംസ് അത്തരത്തിലുള്ള ഒരു അനുഭവങ്ങളാണ് വർഷങ്ങളായി നമ്മൾക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി GTA 6 നമ്മളെ മറ്റൊരു തലത്തിലേക്ക്, പുതിയൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുമോ? അത് സമയം പറയും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: റോക്സ്റ്റേഴ്സ് ഗെയിംസിൻ്റെ കഥ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അത് ഇപ്പോഴാണ് അടുത്ത അധ്യായത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്.